നല്ലൊരു ശതമാനം ആൾക്കാരും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൊട്ടീനോ ഒരു സിസ്റ്റമോ ഒന്നും ബിൽഡ് ചെയ്യാതെ വിഷൻ ബോർഡ് മാത്രം സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ വിഷൻ ബോർഡ് മാത്രം സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. ഞാൻ ഈ കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് ടേക്ക് പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി. ഇവരുടെ രണ്ട് പേരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവരുടെ അൺഹെൽത്തി ഹാബിറ്റ് എല്ലാം മാറ്റി ഒരു ഹെൽത്തി ബോഡി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്യാനും ഉണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് പേഴ്സൺ എ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. ആ ഡ്രീം ബോഡിയും ആ ഗോൾ ആയിട്ടുള്ള ആ ഒരു വെയിറ്റും പിന്നെ കുറച്ച് മോട്ടിവേഷൻ കോട്സും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ സെറ്റ് ആക്കി ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. എന്നിട്ട് റൂമിൽ വെച്ചു. ഇത്ര മാത്രമാണ് ചെയ്തത്. പേഴ്സൺ ബി ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. പേഴ്സൺ ബിയുടെ കപ്പാസിറ്റിയും അവരുടെ ഒരു റൊട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. അതായത് ഇത്ര കലോറി ഡെയിലി ഹിറ്റ് ചെയ്യണം, ഇത്ര ദിവസം ജിമ്മിൽ പോകണം, അങ്ങനെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ ആരായിരിക്കും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്? പേഴ്സൺ എ ചിലപ്പോൾ അച്ചീവ് ചെയ്യുമായിരിക്കും, ഡിപ്പെൻഡ് ചെയ്യും, പല കാരണങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ പേഴ്സൺ ബിയോ ഉറപ്പായിട്ടും ആ ഗോൾസ് അച്ചീവ് ചെയ്യും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ തരാനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വിഷൻ ബോർഡ് കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല എന്ന ഒരു മെസ്സേജ് അല്ല തരാൻ ഉദ്ദേശിക്കുന്നത്. വിഷൻ ബോർഡിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അപ്പം വിഷൻ ബോർഡ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വിഷൻ ബോർഡ് മാത്രം വെച്ച് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമ്പം അച്ചീവ്മെന്റ് ലെവൽ അല്ലെങ്കിൽ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന കാര്യം പറയാനാണ്. എല്ലാത്തിനും അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട് അല്ലെ, എല്ലാത്തിനും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം വിഷൻ ബോർഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിഷൻ ബോർഡ് ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ക്യൂ ആണ്. അതായത് അതിൽ ഒത്തിരി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുവാണല്ലോ എന്നും. നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് ഇപ്പൊ നമ്മളെ റൂമിൽ വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എവിടെയാണെങ്കിലും പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഡെയിലി അത് കാണും അല്ലെ. ഡെയിലി എപ്പെങ്കിലും അതിൽ പോകുമ്പോൾ നമ്മളത് കാണും. അപ്പം ആ ഒരു പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഓ, ഇതാണല്ലോ എൻ്റെ ഗോൾസ് എന്ന രീതിയിൽ നമുക്കൊരു തോട്ട്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെയുള്ള കാര്യമാണ്, നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു വിഷ്വൽ റിമൈൻഡർ ആണ്. നമ്മളുടെ ഗോൾസ് ഇതാണ്, നമ്മൾ ഇവിടെ ആയിരിക്കണം എത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ട്. നമുക്കെല്ലാം അറിയാം കൺസിസ്റ്റൻസി ഈസ് കീ എന്ന്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റൊട്ടീൻസ്, സിസ്റ്റംസ് എല്ലാം. അപ്പം ഇപ്പൊ നമ്മൾ ഏത് ഗോൾ എടുത്തോട്ടെ, ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ വെയിറ്റ് ലോസിന്റെ കാര്യമല്ല, ഏത് ഗോൾ എടുത്താലും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ബിസിനസ് തുടങ്ങാനോ കണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ഹൈ പൊസിഷൻ ഉള്ളൊരു ജോബ് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു റാങ്കില് നമുക്കൊരു എക്സാം എഴുതി റിസൾട്ട് കിട്ടാനോ എന്തെടുത്തോട്ടെ അതിലെല്ലാത്തിലും ഒരു സിസ്റ്റത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കാം. നിങ്ങൾ കഥ, അവരുടെ ഒരു ബയോഗ്രഫി എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അവർ ഒറ്റ രാത്രി കൊണ്ടല്ല ഇതെല്ലാം ചെയ്തത്. അവർ കുറെ വർഷങ്ങൾ എടുത്ത് അവരുടെ ഒരു കുറെ വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മളെ പറഞ്ഞ ഏത് ഗോളും ആയിക്കോട്ടെ, എന്ത് ഗോളും നിങ്ങളുടെ പേഴ്സണൽ ഗോളും ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ഇത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. വിഷൻ ബോർഡിന്റെയും സിസ്റ്റത്തിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എവിടെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്യോർ വിഷനറി ആണ്. അതായത് വിഷനറി ക്യൂസ് ആണ്, മോട്ടിവേഷൻ ബേസ്ഡ് ആണ്. അതായത് നമുക്കൊരു മോട്ടിവേഷൻ തോന്നുന്ന ദിവസവും അല്ലെങ്കിൽ എനർജി തോന്നുന്ന ദിവസം മാത്രമേ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ പോകത്തുള്ളൂ. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ എപ്പോഴെങ്കിലും അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും? ഇല്ല, തീർച്ചയായിട്ടും നടക്കില്ല. നമ്മൾ അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടണം. എഫേർട്ട് ഇടണം എന്ന് മാത്രമല്ല, നമ്മൾ അതിന് റിക്കവർ ചെയ്യാനുള്ള ഡേയ്സ് വേണം. നമ്മൾ എന്നും ഒരു കാര്യത്തിന് വേണ്ടി തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടയേർഡ് ആവും. അപ്പൊ നമുക്ക് റെസ്റ്റ് വേണം, എല്ലാം വേണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ റിസൾട്ട് നോക്കാതെ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ ആ ഒരു മൂഡിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യരുത്, അതുപോലെ എനർജിനെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത്. കാരണം
ഇതിനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ആ കാര്യം ചെയ്യത്തില്ല. നമ്മൾ എന്നും ആ കാര്യം ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ കാര്യം അച്ചീവ് ചെയ്യും? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഒരു സിസ്റ്റം എന്ന് നോക്കാം. നമ്മുടെ മൂഡിനെയോ മോട്ടിവേഷനെയോ റിസൾട്ടിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻസ് ഉണ്ടാവും. ഇതിനെല്ലാം ചേർത്ത് വെച്ച് അല്ലെ ഇതിനെ പൊതുവെ ഒരു സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാം? നമ്മളുടെ മെന്റൽ കപ്പാസിറ്റി, റെസ്പോൺസിബിലിറ്റി, എനർജി ഇതിനെല്ലാം നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതനുസരിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം അല്ലേ. ഇതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, കുറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതെന്നോ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് പറ്റത്തില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ ടൈം വേണം. അപ്പോൾ ഒരു വലിയ വീഡിയോയിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പം ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ഏതെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ വേണമെങ്കിലോ, അതായത് സെൽഫ് ഇംപ്രൂവ്മെന്റ്, മൈൻഡ് സെറ്റ്, സ്റ്റഡി മെത്തേഡ്സ്, എങ്ങനെ പഠിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതുമായിട്ട് റിലേറ്റഡ് എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് പറയാം, നോ പ്രോബ്ലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മുന്നേ പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലും പോയിന്റിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആയില്ല, അതുപോലെ ഏതെങ്കിലും പോയിന്റ് കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. അപ്പം ഇതെന്റെ കോർ പാഷനാണ്. അപ്പൊ ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ് വിൽ മീൻ അ ലോട്ട് ടു മീ. അപ്പോൾ സിസ്റ്റം ബിൽഡിങ്ങിന്റെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. അതിന് ഞാൻ ചുരുക്കി ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വെയിറ്റ് ലോസിന്റെ എക്സാമ്പിൾ തന്നെ വെച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് യുവർ ഗോൾ. അതായത് നമ്മുടെ ഗോൾ എന്താന്നുള്ളതിന്റെ ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം. ഇപ്പൊ പല സമയത്തും വേറൊരാളുടെ ഗോൾ കണ്ടിട്ട് നമുക്കത് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അതൊക്കെ നോർമലാണ്, നമ്മളത് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതല്ല, അതെന്താന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. അതായത് എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നല്ല, എനിക്ക് എത്ര വെയിറ്റ് ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിലാണ് ഞാൻ എത്തേണ്ടത്, എത്രത്തോളം ഫിറ്റ്നസ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, പറ്റുമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു ടൈം എടുത്തിട്ട് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കുക. സെക്കൻഡ് പോയിന്റ് ഈസ് എസ്റ്റിമേറ്റിംഗ് യുവർ കപ്പാസിറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റ്, എനർജി, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് അത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വെയിറ്റ് ലോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഒരു ദിവസം, അതുപോലെ നമ്മളുടെ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം മീല് പ്രപ്പ് ചെയ്യുന്നതായിരിക്കാം, അതായത് എന്തൊക്കെ ഫുഡ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം, അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ എത്രത്തോളം നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 1 മന്തോ അതിക്കുള്ള ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു നിങ്ങൾക്ക് പറ്റുന്ന ടൈം എടുത്തിട്ട് അത് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം 1 വീക്ക് നോക്കുക, എന്നും ജിമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എത്രത്തോളം കുക്ക് ചെയ്യാൻ പറ്റും, നല്ല ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരു ടൈം ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതെല്ലാം നോക്കുക. അപ്പൊ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഞാൻ എത്രത്തോളം അതിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം എത്രത്തോളം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ ആ ഒരു ടൈം നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പ് ഈസ് സെറ്റിംഗ് ദ കൺസ്ട്രെയിൻസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തവണ അത് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഇപ്പൊ വീക്ക്ലി എടുക്കുവാണെങ്കിൽ വീക്ക്ലി എത്ര ടൈം അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ഈസ് എത്ര ദിവസം എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം 5 ടൈംസ് ആയിരിക്കാം, 4 ടൈംസ് ആയിരിക്കാം, അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ആ ഒരു ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബ്രേക്കിംഗ് ദ ടൈം ഫ്രെയിം ഇൻ ടു ആക്ഷനബിൾ സ്റ്റെപ്സ്. അതായത് നമ്മുടെ ഗോളിനെ ഓരോ മന്ത്ലി, വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ഗോൾസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇപ്പം വെയിറ്റ് ലോസ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12 കിലോ എന്ന് വെച്ചോ. ഇപ്പം നമ്മുടെ ഒരു ടൈം ഫ്രെയിം നമ്മൾ 1 ഇയർ ആന്ന് വെച്ചോ, അല്ലെങ്കിൽ ടൈം ഫ്രെയിം ഇല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഒരു ഹെൽത്തി വേയിലാണെങ്കിൽ മന്ത്ലി ഒരു 2 കിലോ, ഒരു മാസം 2 കിലോ കുറയ്ക്കുക, അതൊരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ 2 കിലോ എന്നുള്ളത് നമുക്കത് വീക്ക്ലി ആക്കാം അല്ലെ. അത് നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഒരു വീക്കില് 500 ഗ്രാം കുറയ്ക്കുക,
അതാണ് നമ്മുടെ എയിം. അങ്ങനെ നമ്മൾ ആ 4 വീക്ക് ചെയ്യുമ്പോഴത്തേക്കും 2 കിലോസ് ആവും. നമ്മുടെ ആ ഒരു ഗോൾസിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് സംഭവം. ലാസ്റ്റ് പോയിന്റ് ഈസ് വീക്ക്ലി ആൻഡ് മന്ത്ലി റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഈ ഗോൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, നമ്മളൊരു വീക്കിലി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിവ്യൂ ചെയ്യുക. അതായത് ഒരു വീക്ക് എടുത്തിട്ട് ആ വീക്കില് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നോ, എവിടെ ഫെയിലിയർ ഒക്കെ വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. അപ്പം നമ്മൾ ആ ഗോൾസ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുക. ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കുക. ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര നേരം വർക്കൗട്ട് ചെയ്തു, ഇന്ന ദിവസം ഞാൻ ഇത്ര കലോറി ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ അത് റിലേറ്റഡ്. അപ്പം നമ്മൾ അത് ഒരു വീക്കിലി എടുത്തിട്ട് അനലൈസ് ചെയ്യുക. അപ്പം ചില ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാതെ വരാറുണ്ടാവും, ചില ദിവസം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുക, എവിടെയാണ് അത് ചെയ്യാൻ പറ്റാണ്ട് പോയത്, അതുപോലെ എന്തൊക്കെ നന്നായിട്ട് ചെയ്തു എന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതില് കുറച്ചും കൂടെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. ചില കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് പിന്നെയും നമ്മൾ ചെയ്യുക. അതുപോലെ നമ്മളത് വീക്ക്ലി അപ്ഡേറ്റ് ചെയ്യുക, ഓരോ ആഴ്ച എടുത്ത് അനലൈസ് ചെയ്യുക. അങ്ങനെ ഇത് നമ്മൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുക. അതായത് ഒരു അൺഹെൽത്തി വേയിലൊന്നും ആയിരിക്കില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അത് ചെയ്തു, അതുകൊണ്ട് ഈ ആഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞങ്ങനെ ഒരു അൺഹെൽത്തി വേയിൽ പണിഷ്മെന്റ് ആ രീതിയിലൊന്നും അല്ല. ഒരു ഹെൽത്തി വേയില് ഇത് ചെയ്യാൻ പറ്റിയില്ല, നെക്സ്റ്റ് നമ്മൾ അത് ചെയ്യണം എന്നൊരു നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് തെറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് വാട്ട് വെന്റ് റോങ്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. ബോണസ് പോയിന്റ് ഈസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലേ. അപ്പൊ നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. ബോണസ് പോയിന്റ് ഈസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലേ. ഇപ്പം ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണ്, ഓൺലൈനൊക്കെ ആയിട്ട് ഒത്തിരി റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. ഓരോ കാര്യം കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ ഹയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാം. വേറെ വർക്കൗട്ട്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ജിമ്മിലൊന്നും ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമില്ല. ജിമ്മിൽ പോകാൻ ഇഷ്ടമുള്ളവരൊന്നും അതും കാണില്ലായിരിക്കാം. അപ്പൊ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പം ഇതുപോലെ നമ്മുടെ ഗോൾസിനെ ആക്ഷനബിൾ സ്റ്റെപ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോളും തന്നെ ഇല്ല. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം തന്നെയാണ്. പിന്നെ സിസ്റ്റത്തിനെ ഈസിയർ ആക്കുന്ന ഒരു കാര്യമാണ് റൊട്ടീൻസ്. ഇങ്ങനെ റൊട്ടീൻ ബിൽഡ് ചെയ്യണം എന്നറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക.